ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ തേർഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് കുറച്ച് ഇമേജസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അതിലെങ്ങനെ ഡയലോഗ് വെച്ച് കോൺവെർസേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഇമേജൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് CapCut കേട്ടോ. അപ്പോൾ ഞാൻ പോട്രോൺ എന്ന് പറഞ്ഞ VPN ആദ്യം ഓണാക്കി ഇട്ടു. എന്നിട്ട് ഞാൻ CapCut എടുത്തു. CapCutൽ നമുക്ക് വേണ്ട ഫോട്ടോസ് ആ ഓർഡറിൽ 1 2 3 എന്നൊക്കെ കൊടുത്ത് HD ഫോമിൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വരും. സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ. ഇൻഷൂട്ടിൽ വലിയ വ്യത്യാസമൊന്നും എഡിറ്റിംഗ് ഇതിലില്ല, പക്ഷേ ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് എല്ലാ വീഡിയോയും നമ്മൾ 3.3 സെക്കൻഡ് അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സ്ക്രീൻ സൈസ് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ പോയി കഴിഞ്ഞാൽ 9.60 ആണ് കേട്ടോ യൂട്യൂബിൻ്റെ. അതോ വേറൊക്കെ ആണെങ്കിൽ ഓരോന്നിനും ഉണ്ടാവും, അത് വെച്ച് സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഓരോരോ ഇമേജ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇമേജിക്ക് വരുമ്പോൾ ഓരോ ഫിൽറ്റർ ആഡ് ചെയ്യണം. അതിന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്യാപ്പിൽ, അതായത് ഒരു ഫോട്ടോ കഴിഞ്ഞ് നെക്സ്റ്റ് ഗ്യാപ്പിൽ ഒരു വൈറ്റ് കളർ ഒരു ഡിഫറെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തന്നില്ല അതുപോലെ. അപ്പോൾ അതിൽ ജസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരും, ട്രാൻസാക്ഷൻ ഓപ്ഷൻസ് വരും. ഇഷ്ടമുള്ള നമുക്ക് കൊടുത്തിട്ട് ചെയ്യാം. ഇനി ഒരെണ്ണം തന്നെ എല്ലാത്തിലും മതി എന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരേ ഫിൽറ്റർ വരും. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻറ്റ്. പിന്നെ ഇതിൽ മ്യൂസിക് സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുന്ന മ്യൂസിക്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറയാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.